ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ P7. അപ്പം നമുക്കിന്ന് ഒരു ഹെഡ് ഷോട്ട് ട്രിക്ക് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്ന ട്രിക്സൊക്കെ നിങ്ങൾക്ക് വർക്കാണെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് പണി പെടണം. അതായത് നിങ്ങൾ ഒരിക്കലും ഈ ഹെഡ് ഷോട്ട് സെൻസ് ഇട്ടിട്ട് മാത്രം കളിക്കാൻ വേണ്ടി പറയാം. കളിക്കുക. അപ്പോൾ ഇതിന് അതായത് ഹെഡ് ഷോട്ട് അടിക്കാൻ 5 ടിപ്സാണ്. അതായത് ഒന്ന് സെൻസി, രണ്ടാമത്തത് ഡ്രാഗ് സ്റ്റൈല്, മൂന്നാമത്തത് ക്യാരക്ടർ കോമ്പിനേഷൻ, നാലാമത്തത് പ്രാക്ടീസ്. ഇത് ഇത് 4 മതി. 5 ഞാൻ വിട്ടേക്കും. ഒരു 5 കുറച്ചാൽ 4 അപ്പോൾ 4 മതി. എന്നിട്ട് ഹെഡ് ഷോട്ട് അടിക്കുന്ന കാണാം. ഇതേ കണക്കൊക്കെ ഹെഡ് ഷോട്ട് അടിക്കാൻ പറ്റും. ഇതല്ല, ഇതുമില്ല. അപ്പോൾ ഇതേ കണക്ക് റെഡ് നമ്പറിൽ നിങ്ങൾക്കൊന്ന് അടിക്കാൻ പറ്റിയ അത് വലിയ കാര്യമാണ്. ഇപ്പം ഞാൻ അടിച്ചുകൊണ്ടിരിക്കുന്ന പകുതി എൻ്റെ കൈ നേർക്കുമ്പോൾ ഒരു സ്മൂത്ത് കിട്ടാതെ ടൈമില്ല. അതായത് എനിക്കിപ്പോൾ സ്മൂത്തൊന്നുമില്ല. ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ കളിക്കുന്നത്. എന്തായാലും ഇപ്പം ഞാൻ ഹെഡ് ഷോട്ട് അടിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ. അതായത് യു ഷേപ്പ് ഡ്രാഗിൽ ഇപ്പം ഞാൻ കൈ കൊണ്ട് കുത്തുന്നതാണെങ്കിൽ യു ഷേപ്പ് ഡ്രാഗിൽ വേണം നിങ്ങൾ ഹെഡ് ഷോട്ട് അടിക്കാൻ. അപ്പോൾ യു ഷേപ്പ് ഡ്രാഗിൽ ഹെഡ് ഷോട്ട് അടിക്കാൻ മാത്രമേ എനിക്ക് ഹെഡ് ഷോട്ട് കയറുള്ളൂ. അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞുതരാം. വേറെ നിങ്ങൾ എങ്ങനെ ഹെഡ് ഷോട്ട് അടിക്കാൻ നോക്കിയാൽ കിടന്നുകൊണ്ടോ മലർന്നുകൊണ്ടോ എങ്ങനെ ഹെഡ് ഷോട്ട് അടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എന്താ ഇതേ കണക്കാവും. പിന്നെ ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഒരു സെൻസ് തരാം. ഈ സെൻസ് അത് ഞാൻ വളച്ചിട്ട് കാര്യങ്ങളറിയില്ല. നേരെ വീട്ടിലേക്ക് പോവാം. ഇറ്റ്സ് മീ P7. അപ്പോൾ നമുക്ക് നല്ല ഹെഡ് ഷോട്ട് അടിക്കാൻ പഠിക്കാം. ഞാൻ എത്രയും പറഞ്ഞതൊക്കെ തന്നെ ചെയ്യുന്നു. യു ഷേപ്പ് ഡ്രാഗ് അതൊക്കെ തന്നെ. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഹെഡ് ഷോട്ട് അടിക്കാൻ എന്നുള്ള പ്രോപ്പർ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റത്തെ ഒരു കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്, ക്യാരക്ടർ കോമ്പിനേഷൻ. പിന്നെ ഉണ്ണിമാൻ്റെ കണക്കാണ് പറഞ്ഞത്. എന്തായാലും നോക്കിയിട്ട് കുറച്ച് കൂടുതൽ നേർക്കുമ്പോൾ പറഞ്ഞുതരാം. സിമ്പിളാണ് ഹെഡ് ഷോട്ട് അടിക്കാൻ. പ്രത്യേകിച്ച് പണിയില്ല. നിങ്ങൾ സാധാരണ എങ്ങനെ ഹെഡ് ഷോട്ട് അടിക്കുന്നത് അതേ കണക്കാണ് ഹെഡ് ഷോട്ട് അടിച്ചാൽ മതി. ഒരു കുഴപ്പമില്ല. അതായത് എനിക്ക് സ്ട്രൈറ്റ് ഡ്രാഗും ചെയ്യാം, എങ്ങനെയും ചെയ്യാം. ഒരു വർഷം ചെയ്യാം. പറഞ്ഞുതരാം. സ്ട്രൈറ്റ് ഡ്രാഗ് ചെയ്യുമ്പോൾ ഒന്ന് വൈറ്റ് ടൈം വെക്കുക. റെഡ് ടൈം വെച്ചാലും ഹെഡ് കയറും. വൈറ്റ് ടൈം വെച്ചാൽ കുറച്ചുകൂടി സുഖമായി ഹെഡ് കയറും. അതല്ല, ഈ വൈറ്റ് ടൈം വെച്ചുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, സ്ട്രൈറ്റ് ഡ്രാഗ് ചെയ്തൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് 1 ടാപ്പ്, അതായത് 81, 90, 81, 84 ഈ ഒരു ഇതൊക്കെ നിങ്ങൾക്ക് റെഡ് നമ്പറായി കയറുള്ളൂ. ഇപ്പം ഞാൻ യു ഷേപ്പ് കണ്ടോ ഇതേ കണക്ക് ഹെഡ് കയറും. അപ്പോൾ നിങ്ങൾക്ക് ഇതേ കണക്കൊക്കെ ഹെഡ് കയറണമെങ്കിൽ ഇതിപ്പോൾ ഇവൻ സ്ട്രൈറ്റ് ഡ്രാഗ് ചെയ്തേക്കുന്നത് അപ്പോൾ 32 കയറിയിട്ടുള്ളൂ. ഈ സ്ട്രൈറ്റ് ഡ്രാഗ് ചെയ്താൽ ഒരു പ്രശ്നമില്ല. സ്ട്രൈറ്റ് ഡ്രാഗ് ചെയ്യാൻ പറ്റും. ബട്ട് യു ഷേപ്പ് ഡ്രാഗ് ചെയ്താൽ 1 ഷോട്ടിൽ തന്നെ തീരും. യു ഷേപ്പ് എവിടെ ചെയ്യണം എന്നാണ് ഒരു എനിമിൻ്റെ ചെസ്റ്റ്, അതായത് ഇപ്പം ഞാൻ എനിമിനെ അവിടെ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നുള്ള അതായത് P4 കടിക്കുന്ന ഈ ഒരു എനിമി. അപ്പോൾ ഈ ഒരു എനിമിനെ ഞാൻ ഇത് വര കാണിച്ചല്ലോ, ചുവപ്പ് വര കാണിച്ചല്ലോ, അങ്ങനെയാണ് നിങ്ങൾ ഡ്രാഗ് ചെയ്യണത്. അപ്പോൾ ആ ഷേപ്പ് ഡ്രാഗ് ചെയ്യൽ ആ പുഷിനെ ഡ്രാഗ് ചെയ്താൽ മതി. അതായത് എനിമിൻ്റെ കറക്റ്റ് ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് ഡ്രാഗ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് കയറും. അപ്പം ഞാൻ നേരത്തെ കാണിച്ചു തന്ന കണക്ക് ഇതേ കണക്ക് ഇതാക്കുക. മാത്രമല്ല നിങ്ങളിതാ ഇങ്ങനെ കാണിക്കണം നമുക്ക്. അതായത് ഞാൻ ഇപ്പോൾ ഈ ഒരു രീതിയിൽ മൊമെൻ്റ് ഇട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായി ഹെഡ് കയറും. അതൊരു മൊമെൻറ്റും കൂടെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ സുഖമായി ഹെഡ് കയറും. മൊമെൻറ്റും ക്യാരക്ടർ കോമ്പിനേഷനും. അപ്പോൾ ഞാൻ ക്യാരക്ടേഴ്സിനെ പറഞ്ഞുതരാം. ഫസ്റ്റത്തെ ക്യാരക്ടർ, അപ്പോൾ ഈ ക്യാരക്ടേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത് ഇതാ KDB, പിന്നെ ഗ്ലൂവളം HP ക്യാരക്ടർ, പിന്നെ അതാ നമ്മളെ കുറിച്ച് ക്യാരക്ടർ, പിന്നെ വൂക്കോങ് നിങ്ങൾ ആക്റ്റീവായ ക്യാരക്ടർ സ്കില്ലിൽ തന്നെ ഇടാൻ നോക്കുക. മാത്രമല്ല പിന്നെ ഞാൻ സെൻസിറ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനറൽ 110, പിന്നെ റെഡ് ഡോട്ട് 112, പിന്നെ എനിക്ക് 200 2x 4x 200 8x നിങ്ങൾക്ക് ഒരു 35 കാര്യങ്ങൾ കൊടുത്താൽ മതി. അത് പിന്നെ അത്ര പിന്നെ മൈൻഡ് സെറ്റ് ആക്കേണ്ട കാര്യമില്ല. പിന്നെ ഫ്രീ ക്യാമറ അതും നിങ്ങൾ 112 അതിട്ടാൽ മതി. പിന്നെ ഇടേണ്ടത് നിങ്ങളെ ഡബ്ല്യു സ്കോപ്പാണ്. അതും ഒരു 35 ഇട്ടാൽ മതി. ഇതൊക്കെ ഇത്ര മതി. ഇതൊക്കെ തന്നെ ധാരാളം നിങ്ങൾക്ക് ഹെഡ് ഷോട്ട് അടിക്കാൻ. അപ്പോൾ യു ഷേപ്പ് ഡ്രാഗ് ഞാൻ പറഞ്ഞു, പിന്നെ സ്ട്രൈറ്റ് ഡ്രാഗ്. മാത്രമല്ല ഈ യു ഷേപ്പ് ഡ്രാഗും ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ടിപ്സും ഷോർട്ട് കട്ട് പ്ലേസിനാണ് കൂടുതൽ ഹാംഫുള്ളും യൂസ്ഫുള്ളും ആവുക. വൂക്കോങ് ക്യാരക്ടറോ അല്ലോ ക്യാരക്ടറോ നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാം. ആക്റ്റീവ് ക്യാരക്ടർ സ്കില്ലിൽ ഇനി കുറച്ചും കൂടെ കളിക്കാറെങ്കിൽ നിങ്ങൾ വൂക്കോങ് ഇടുന്നതാണ് നല്ലത്. കുറച്ച് കളിക്കാൻ അറിയാത്തവരാണെങ്കിൽ
കുറച്ച് കളിക്കാനൊക്കെ അറിയാം. എനിക്ക് വൂക്കോങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, അത്ര കവറിട്ട് കളിക്കേണ്ട ഒരു ആവശ്യമില്ല, എനിക്ക് അതൊക്കെ കളിക്കാൻ അറിയാം എന്നുള്ളവർക്ക് മാത്രം വേണമെങ്കിൽ വൂക്കോങ് ക്യാരക്ടറെ മാറ്റി അലോക്ക് ഇടാം. അപ്പോൾ അലോക്കിൻ്റെ ക്യാരക്ടറും അത്രയും ബെറ്ററാണ്, എനിക്ക് അത്രയും സ്പീഡിൽ ഓടാനൊക്കത്തിനും കിടിലൻ ക്യാരക്ടറാണ്. അപ്പോൾ അടുത്ത ഒരു കിടിലൻ കണ്ടന്റ് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ബൈ, സീ യു. പിന്നെ അതിനൊക്കെ മുമ്പ് എൻ്റെ പേര് എപി ത്രിപ്ലസാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മാത്രമല്ല ഈ വീഡിയോ കുറച്ചെങ്കിലും ആൾക്കാർ വണക്കിയെത്തിക്കാൻ നോക്കുക. മാത്രമല്ല നമുക്ക് ലൈവൊക്കെ വിടണമെങ്കിൽ കുറച്ചും കൂടി സബ്സ്ക്രൈബേഴ്സ് വേണം, അതൊക്കെ നിങ്ങളെന്നെ ഒന്ന് സെറ്റാക്കി തരണം. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ട്സൊക്കെ ഉണ്ടാകും, അതൊന്നും നിങ്ങൾ വിഷയമാക്കണ്ട, ഓക്കെ. മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ID ഷീഡ് കാണാം, ID കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഗിൽഡിലെല്ലാം ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ ഗിൽഡ് സ്റ്റാർട്ട് ചെയ്യും. ആ ഗിൽഡിൽ ചേരാൻ താല്പര്യമുള്ളത് മാത്രം കമൻറ്റ് ചെയ്യുക. നമുക്ക് ഗിൽഡ് ടെസ്റ്റൊക്കെ നടത്താം. എനിക്കത്ര വലിയ കളിക്കാമെന്നറിയില്ല, എന്തായാലും കളിക്കാറുന്നവർക്ക് ഗിൽഡ് ടെസ്റ്റ് നടത്താം. അപ്പോൾ ഇപ്പോൾ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കുറച്ച് സ്മൂത്തുള്ള എന്തെങ്കിലും വെച്ച് കളിക്കുക. അതായത് ഫിംഗർ സ്ലീവോ പൗഡറൊന്നും ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. ഫിംഗർ സ്ലീവ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ആകെ ഒരു ഐറ്റം. പൗഡറൊന്നും തീരെ സജസ്റ്റ് ചെയ്യില്ല. പിന്നെ പൗഡർ ഇട്ടാൽ തന്നെ നിങ്ങൾ പൗഡർ ഇട്ട് കളിക്കാതിരുന്നാൽ പിന്നെ എനിക്ക് ഫോണെ ഒരു സ്മൂത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ പൗഡറിനൊക്കെ നല്ലത് എന്തുകൊണ്ടും ഫിംഗർ സ്ലീവാണ്. അപ്പോൾ ഫിംഗർ സ്ലീവ് യൂസ് ചെയ്യുക, ഒരു 10-12 ഉറുപ്പിക എവിടെന്നെങ്കിലും ഒപ്പിക്കുക. പിന്നെ ഗൈസ്, കളിയിലാണ് കാര്യം, സത്യം തന്നെയാണ്, കളിയിലാണ് കാര്യം. അപ്പോൾ ഈ ഒരു വീഡിയോ ഷോർട്ട് ഗൺ പ്ലേസിനുള്ളതാണ്, ഒരിക്കലും LCAT UMP പോലുള്ള പ്ലേസിനും UMP പോലുള്ള പ്ലേസിനും ഇത് യൂസ്ഫുൾ തന്നെ ആയിരിക്കും. ബാക്കി പ്ലേസിനൊന്നും അത്ര വലിയ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇതല്ല. ഇത് noob to pro എന്നുള്ളൊരു എപ്പിസോഡ് തന്നെയാണ്. എന്തായാലും ഇതിൻ്റെ വരും കണ്ടൻസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ 7 മിനിറ്റ് വീഡിയോ, പ്ലീസ് സൈൻ ഔട്ട്. ദിസ് ഈസ് എപ്പിക് ത്രിപ്ലസൻ. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.